എന്തുകൊണ്ട് 8 ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതോടൊപ്പം വടക്കാഞ്ചേരി MLA ആയ ശ്രീ അനിൽ അക്കരെ അടക്കമുള്ള പത്രമാധ്യമത്തിലുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു MOU കാണിക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതുവരെ സർക്കാർ ഔദ്യോഗികമായിട്ട് ഈ MOU പുറത്തുവിട്ടില്ല എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഈ ഒരു 7 പേജുള്ള ഡോക്യുമെന്റിലുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം, എനിക്ക് അല്പം സമയം വേണം. ഞാൻ ഇപ്പോൾ വായിച്ചതെന്ന് മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇതൊരു MOU ആണ്, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഫ്രെയിംവർക്ക് ബിറ്റ്വീൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഗവൺമെന്റ് ഓഫ് കേരള. ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഒരു ചട്ടക്കൂടാണ്. ഒരു MOU ഒരു ചട്ടക്കൂട് ഒപ്പിട്ടിട്ട് ഒരിക്കലും ഒരു പ്രോജക്റ്റ് നേരത്തെ തുടങ്ങാറില്ല. MOU കഴിഞ്ഞ് MOUന്റെ തുടർച്ചയായി അതിനുശേഷം പ്രോജക്റ്റിനുള്ള എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരണമെന്ന് ഈ MOUയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ഇത് കേവലം ഒരു MOUവും ഒരു ഫ്രെയിംവർക്കും മാത്രമാണ്. ഈ ഒരു രേഖയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു പ്രവർത്തനം തുടങ്ങാൻ നിയമപരമായി കഴിയില്ല. രണ്ട്, ഈ MOUവിൽ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞ ഏജൻസി ഈ പറഞ്ഞ 20 കോടി രൂപ കൊടുത്തിരിക്കുന്നത് പ്രളയബാധിത പ്രദേശങ്ങളിൽ വീടും ഫ്ളാറ്റും ഉണ്ടാക്കാനുമാണ്. ഈ രേഖയിൽ എവിടെങ്കിലും വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാറ്റ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ പോയിന്റ്, ഈ രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതിൽ ഒന്നാമത്തെ പാർട്ടിയായ UAE റെഡ് ക്രസന്റും രണ്ടാമത്തെ പാർട്ടിയായ കേരള ഗവൺമെന്റും, ഞാൻ വായിക്കുകയാണ്, An agreement shall be made for each project on which both parties agree to execute. ഇതിന്റെ ഭാഗമായി ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിനും വേറെ അഗ്രിമെന്റ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ വടക്കാഞ്ചേരിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേറെ അഗ്രിമെന്റ് ഉണ്ടാക്കും. ഒരു അഗ്രിമെന്റും ഉണ്ടാക്കിയില്ല. എന്താണ് ആ അഗ്രിമെന്റ്? This agreement shall include all conditions, obligations and responsibilities of each party, including but not limited to the following. എന്ന് വെച്ചാൽ ഈ അഗ്രിമെന്റുകളിൽ വ്യത്യസ്തമായി ഓരോ പ്രോജക്റ്റിനും ഉണ്ടാക്കുന്ന അഗ്രിമെന്റുകളിൽ ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, പ്രോജക്റ്റിന്റെ കാലാവധി എന്താണ്, പ്രോജക്റ്റിന്റെ ഫിനാൻസിംഗ് പ്ലാൻ എന്താണ്, പ്രോജക്ട് മാനേജ്മെന്റ് എങ്ങനെയാണ്, പ്രോജക്റ്റിന്റെ പ്രാക്ടിക്കൽ പ്ലാൻ എങ്ങനെയാണ്, ഇതിന്റെ സ്ട്രാറ്റജി ഓഫ് റിപ്പോർട്ടിംഗ്, കൺട്രോളിംഗ് ആൻഡ് അസസ്മെന്റ് എങ്ങനെയാണ്, ബോത്ത് പാർട്ടീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്, രണ്ട് പാർട്ടികളുടെയും ചുമതലകൾ എന്താണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് വേറെ ഒരു രേഖ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വടക്കാഞ്ചേരി എന്നുള്ളൊരു പേര് പോലും, തലപ്പള്ളി താലൂക്ക് എന്നുള്ള പേര് പോലും ഇല്ലാത്ത ഒരു അഗ്രിമെന്റിന്റെ പേര് വെച്ചുകൊണ്ടാണ് മറ്റൊരു അഗ്രിമെന്റും ഉണ്ടാക്കാതെ ഇവരിപ്പോൾ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെയും വാദിക്കാവുന്നതാണ്. സർക്കാർ ഇനി ഇത് പുറത്തുവിട്ടാൽ മറ്റു കരാറുകൾ ഉണ്ടെങ്കിൽ അപ്പോഴേ അറിയാൻ കഴിയും. ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ഉത്തരവാദിത്തോട് തന്നെയാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോജക്റ്റിൽ എവിടെയെങ്കിലും യൂണിടാക് എന്ന് പറഞ്ഞ കമ്പനിയെ സ്വമേധയായി UAE റെഡ് ക്രസന്റ് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഈ പ്രോജക്റ്റിൽ എവിടെയെങ്കിലും ഈ പറയുന്ന പ്രോജക്റ്റിൽ വീടുകൾക്ക് പകരം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ സജീഷ് അവിടെ നിന്ന് വലിയ ബഹളം വെച്ചുകൊണ്ടിരുന്നല്ലോ. സജീഷെ, ഈ 20 കോടിയിൽ 15 കോടി നിങ്ങൾ സർക്കാർ പറയുന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഒരു 4 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷമോ നിങ്ങൾ ചെലവാക്കുകയായിരുന്നെങ്കിൽ 300 ആളുകൾക്ക് വീട് കൊടുക്കാമായിരുന്നു. ആ 300 ആളുകൾക്ക് വീട് കൊടുക്കാതെ എന്തിനീ പ്രോജക്റ്റ് വകമാറ്റി ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് മാറ്റി നിങ്ങൾ പറഞ്ഞതുപോലെ അതിന്റെ പകുതി ആൾക്കാർ കൊടുക്കാനുള്ള പ്രോജക്റ്റാക്കി മാറ്റിയതാണ് ഇതിലെ 1ാം നമ്പർ അഴിമതി. രണ്ടാമത്തെ അഴിമതി 5 കോടിക്കുള്ള ആശുപത്രി ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സ്ഥലം MLAയോട് സംസാരിച്ചപ്പോൾ വിഷ്വൽസ് കണ്ടപ്പോൾ അവിടെ 4 ടവറുകളും കേവലം ഒരു സബ് സെന്ററിന് പോലും സ്ഥലം മാത്രമുള്ള ഒരു ആശുപത്രിയാണ് ഉണ്ടാകുന്നത്. ഒരു MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ നഗരസഭയുടെ ഫണ്ടിൽ നിന്നോ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നോ 50 ലക്ഷം രൂപ ചെലവാക്കിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ് സെന്ററിന് സമാനമായിട്ടുള്ള ആശുപത്രിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അഴിമതിക്കുള്ള വകയുണ്ടാക്കുന്ന ഒരു MOU ആണ് സർക്കാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ മറ്റ് പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലൂടെ ഞാനിവിടെ ഉത്തരവാദിത്തമെത്തുകയാണ്. ഈ വിഷയം സ്പ്രിംഗ്ലർ സമയത്ത് ഉണ്ടാക്കിയ കരാറിന് സമാനമാണ്. സ്പ്രിംഗ്ലർ സമയത്ത് എന്താണ് പറഞ്ഞത്? കരാർ നമ്മൾ ഉണ്ടാക്കിയത്, കരാർ ഉണ്ടാക്കിയത് വിദേശ ഏജൻസിയാണെന്ന്. ഈ കരാറ് കണ്ടാൽ ഇതിൽ ഇംഗ്ലീഷിലുമുണ്ട് അറബിയിലുമുണ്ട്. ഇത് എഴുതിയതാരാണ്? ഇവിടുത്തെ ഈ പറയുന്ന ലൈഫ് മിഷന്റെ CEO ആണോ? സർക്കാരിലെ ലോ ഡിപ്പാർട്ട്മെന്റ് ആണോ ഈ കരാർ എഴുതിയത്? അതല്ലെങ്കിൽ റെഡ് ക്രസന്റ് പറഞ്ഞ അതേ രീതിയിലുള്ള വാക്കുകൾ സർക്കാരിന്റെ താല്പര്യങ്ങളോട് വെച്ച് എഴുതിയതാണോ എന്നുള്ളത് പറയേണ്ടത് സർക്കാരാണ്. സ്പ്രിംഗ്ലറിന് ചോദിച്ച അതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കത്തിടപാടുകൾ, റെഡ് ക്രസന്റുമായിട്ടുള്ള ചർച്ചയുടെ എങ്ങനെ സംഭവിച്ചാലും നമ്മുടെ റിക്വയർമെന്റ് പ്രകാരം, നമ്മുടെ ആവശ്യപ്രകാരമുള്ള ഭവന യൂണിറ്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ സർക്കാരിനില്ല. ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷത്തിനും അഭിപ്രായമുണ്ടോ?
ആ വാദവും തെറ്റാണെന്ന് ഞാൻ പറയുകയാണ്. ഈ പറഞ്ഞ പ്രോജക്റ്റ് 12-13 കോടി രൂപയിൽ തീർക്കാമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവിടുത്തെ MLA യും രേഖകളും പറയുന്നു. ഹാബിറ്റാറ്റിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 15 കോടിയും 20 കോടിയുടെയും ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തുള്ള ഏകദേശം 90,000 സ്ക്വയർ ഫീറ്റ് 4 ടവറും ചെറിയ ആശുപത്രിയും കൂടെ ചേർത്ത് 12 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കാം. പിന്നെ സനീഷും CPM-ലെ കൂട്ടാളികളും പറയുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട്, ഇതിലൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നുള്ളത്. ഞാൻ സാധാരണ ഒരു കാര്യം ഞാൻ പറയാം. ഒരു പ്രോജക്റ്റ് കേരളത്തിൽ ടെൻഡർ ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രാക്ടർമാർ ബിലോയിലാണ് എടുക്കുന്നത്. 15 കോടി രൂപയുടെ പ്രോജക്റ്റ് കോൺട്രാക്ടർമാർ 20%, 30% ബിലോ കോട്ട് ചെയ്ത്, അപ്പോൾ ഏകദേശം 15 കോടിയുടെ പദ്ധതി ബിലോയിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 കോടി രൂപയുടെ സേവിങ്സ് സർക്കാരിനുണ്ടാകും. ഇതിൽ ആ സേവിങ്സ് ഇല്ല. അതിനല്ലേ സർക്കാർ ടെൻഡർ പ്രോസസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് L1 ലോവസ്റ്റ് കോട്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അപ്പോൾ എല്ലാ തരത്തിലും യൂണിടാക് അടക്കം, ഇപ്പോൾ യൂണിടാക്കിൽ പക്ഷേ കരാർ കൊടുത്തത് സർക്കാർ അല്ല, നിർമ്മാണ കരാർ കൊടുത്തത് സർക്കാർ അല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ MOUയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ മദർ അഗ്രിമെന്റിന്റെ തുടർച്ചയായി നിങ്ങൾ ഓരോ പ്രോജക്റ്റിനും അഗ്രിമെന്റ് ഉണ്ടാക്കണം. ആ ഓരോ അഗ്രിമെന്റിനും ഞാൻ പറഞ്ഞതുപോലെ പ്രോജക്ട് ഫിനാൻസിംഗ് പ്ലാൻ, പ്രോജക്ട് ഒബ്ജക്റ്റീവ്, പ്രോജക്ട് ടേം, സ്ട്രാറ്റജി ഓഫ് റിപ്പോർട്ടിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് പ്രൊസീജിയർ. പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആ പ്രോജക്ട് ആരാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നുമില്ലാതെ ഇത് വളരെ പരന്ന ഒരു മദർ അഗ്രിമെന്റ് ആണ്. ആ മദർ ഫ്രെയിംവർക്ക് വെച്ചുകൊണ്ട് ഇവിടെ പറയുന്ന രീതിയിലുള്ള 5-6 കോടി രൂപയുടെ അഴിമതി സർക്കാരിന് വേണ്ടി, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ നടത്തിയിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത്. സർക്കാർ ഇത്രയും ദിവസമായി രേഖ പുറത്തുവിടാത്തതും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ കാണുന്നു. കൂടുതൽ വായിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ നാളെ ചോദിക്കണം. നേരത്തെ ഷാനി ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതിനുശേഷം അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ലോ ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? ഇത് സ്പ്രിംഗ്ലറിന്റെ അതേ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. ആരോ ഉണ്ടാക്കിയ ഡോക്യുമെന്റ് സ്പ്രിംഗ്ലർ പറഞ്ഞു വിദേശ മലയാളിയല്ലേ നമ്മൾ വെറുതെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു റെഡ് ക്രസന്റ് അല്ലേ, അവർ ചെയ്താൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. സമാനമായിട്ടുള്ള ഒരു അഴിമതിയുടെ മോഡസ് ഓപ്പറാൻഡി ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഈ ഒരു കോർപ്പറേറ്റ് അഴിമതിക്കുണ്ട ഒരു മോഡസ് ഓപ്പറാൻഡിയാണ് ഇന്നിവിടെ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഓരോ രേഖകളും ശ്രീ പിണറായി വിജയൻ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 4.5 വർഷം ഈ വൻകിട പ്രോജക്ടുകളുടെ പേരിൽ പറഞ്ഞ ഓരോ MOUകളും ഓരോ അഗ്രിമെന്റുകൾ നോക്കുകയാണെങ്കിൽ ഇതിലും വലിയ അഴിമതികൾ വരുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ സനീഷും കൂട്ടനും അവിടെ ഇരുന്ന് പറയുന്ന നിങ്ങളുടെ വാദങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സജീഷും കൂട്ടരും ഒക്കെ പറഞ്ഞു വരുന്ന വാദങ്ങൾ അത് ജനങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സജീഷെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു അഴിമതിയും ഇല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 20 കോടി ഒപ്പിട്ടിരിക്കുന്നത് ഈ MOUയുടെ ഭാഗമായി ശ്രീ UV ജോസ് എന്നുള്ള ലൈഫ് മിഷന്റെ CEO ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, അത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും കേരള മുഖ്യമന്ത്രി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കും സജീഷിനും ഷാനിക്കും ഇവിടെ ഇരിക്കുന്ന ശ്രീ MT രമേശ് അടക്കമുള്ള 3.5 കോടി മലയാളികളുടെ പേരിലാണ് ഗവൺമെന്റ് ഓഫ് കേരളയിലെ ഉദ്യോഗസ്ഥൻ IAS ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടിട്ടുള്ളത്. അതിനെയാണ് നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് അഴിമതി ഇല്ല എന്നുള്ളത്. ജനങ്ങൾക്ക് ഇതൊക്കെ